മഴ മുന്നറിയിപ്പുകൾ യെല്ലോ അലർട്ടാണ് കോഴിക്കോട് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ തെക്കൻ ജില്ലയിൽ തിരുവനന്തപുരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ മഴ പെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ പെയ്തതുപോലെയുള്ള മഴ ഈ കോഴിക്കോട് ജില്ലയിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് പെയ്തിരുന്നുവെങ്കിൽ ഇവിടെ ഒരു 1.83 കിലോമീറ്റർ ദൂരത്തിൽ ഒരു പുഴയായിരിക്കും, പുഴയ്ക്ക് സമാനമായ സാഹചര്യമായിരിക്കും ഒരുപക്ഷെ രൂപപ്പെട്ടിട്ടുണ്ടാവുക. കാരണം 4 വർഷം മുമ്പ് 4 കോടി രൂപ ഈ റോഡ് വികസനത്തിനായിട്ട് അനുവദിച്ചിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കോഴിക്കോട് ചക്കോരത്തോളം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. പ്രദീപ് കുമാർ MLA ആയിരുന്ന സമയത്ത് 4 കോടി രൂപ 4 വർഷം മുമ്പ് പ്രഖ്യാപിച്ചിട്ടൊരു സ്ഥലമാണ്. അവിടെയാണ് ഈ രീതിയിൽ ഇതാ റോഡ് പൊട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, കേന്ദ്രീയ വിദ്യാലയങ്ങളുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, തൊഴിലാളി ക്ഷേമ ബോർഡുകളുണ്ട്. 100 കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ. ഒരു 12ലധികം റെസിഡൻസ് അസോസിയേഷനുകൾ ഇവിടെ കേന്ദ്രീകരിച്ച് സ്ഥിതി ചെയ്യുന്നു. ഇത്തരത്തിൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് ഈ രീതിയിൽ റോഡ് കുത്തിപ്പൊളിച്ചിട്ടിട്ട് നാട്ടുകാരൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. അതായത് 4 വർഷം മുമ്പായിരുന്നു ഈ റോഡ് നിർമ്മാണത്തിനായിട്ട് ഫണ്ട് പാസ്സാവുന്നത് 4 കോടി രൂപ. എന്നാൽ ഈ വർഷമായിട്ടും ഇത്രയുമായിട്ടും ഇവിടെ ഒരു നടപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനോ ഇവിടെ PWD വകുപ്പിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സ്വന്തം ജില്ലയാണ് ഈ കോഴിക്കോട് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയിലാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ സംഭവം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഗതികേട് ഇവിടെയുള്ള ജനങ്ങൾക്ക് സഹിക്കേണ്ടി വരുന്നുള്ളത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കാലങ്ങളായിട്ട് നിർമ്മാണം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർമ്മാണം നടക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നതാണ്. ഇവിടെ മെഷീനുകളുണ്ട്, മെഷീനറീസ് ഉണ്ട്, മെറ്റലുകളൊക്കെ ഇറക്കി നിർത്തിയിട്ടുണ്ട്. എന്നാൽ തൊഴിലാളികളുണ്ടോ എന്ന് ചോദിച്ചാൽ തൊഴിലാളികളില്ല. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ് ഇവിടുത്തെ നാട്ടുകാർ. അതായത് തങ്ങളുടെ കുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കാത്ത അവസ്ഥ, 100 കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു റോഡിൽ കൂടി ഈ വാഹനങ്ങൾ വഴിതിരിച്ചടിക്കേണ്ട ഒരു അവസ്ഥ. നിരവധി സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. എന്നിട്ടുമൊന്നും ഇതിന്റെ നിർമ്മാണം വേഗത്തിലാക്കാത്തതിൽ വലിയ പ്രതിഷേധം ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. 1.83 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ റോഡിനായിട്ട് ഫണ്ട് പാസ്സാക്കിയിട്ടുള്ളത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം മഴ പെയ്ത സമയത്ത് ഇവിടെയുള്ള നിരവധി വീടുകൾ വെള്ളം കയറി. അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഉയരുകയും ഈ പ്രദേശങ്ങളൊക്കെ ഭൂമിക്കടിയിലേക്ക് ആവുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. അതുമായി ബന്ധപ്പെട്ട് അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാൻ നമ്മളോടുകൂടി ആളുകളുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഡ്രെയിനേജുകളൊക്കെ നിർമ്മിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ രീതിയിൽ ഡ്രെയിനേജ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് റോഡ് പൊക്കുകയും കൂടി ചെയ്യുമ്പോൾ ഇതിന് മറുവശം വലതുവശത്തായിട്ടുള്ള പ്രദേശം പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിൽ താഴ്ന്ന പ്രദേശമായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിലാവുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ പ്രദേശം മാറുമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ നമ്മളോട് പറയുന്നത്. ഒരു ശാസ്ത്രീയമായ രീതിയിൽ പഠനം നടത്താതെയാണ് ഈ റോഡിന്റെ നിർമ്മാണം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ഇവിടെയുള്ള ആളുകളൊക്കെ ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നാട്ടുകാർ പങ്കുവെക്കുന്നത്, ചില കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായി റോഡിന്റെ വീതിയിൽ ഉൾപ്പെടെ വിട്ടുവീഴ്ച ചെയ്യാൻ ഈ PWD വകുപ്പ് അല്ലെങ്കിൽ ULCC നേതൃത്വം നൽകുന്ന ആളുകൾ തയ്യാറാവുന്നു എന്നുള്ളതാണ്. അതായത് ഈ അനധികൃതമായിട്ട് ചില കെട്ടിട നിർമ്മാണങ്ങൾ ഇവിടെ നടക്കുന്നു. റോഡിലേക്ക് കയറ്റിയിട്ടാണ് അത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ നടക്കുന്നത്. റോഡിന്റെ നിർമ്മാണം നടക്കുന്നതിനേക്കാൾ വേഗത്തിൽ അത്തരത്തിലുള്ള ബിൽഡിങ്ങുകളുടെ നിർമ്മാണം ഇവിടെ നടക്കുന്നു എന്നൊരു ആശങ്ക കൂടി ഇവർ പങ്കുവെക്കുന്നു. ഒരു 4 മാസം മുമ്പ് ജലം വിതരണം ചെയ്യാൻ വേണ്ടി പൈപ്പ് ലൈൻ വലിക്കുകയും അതുൾപ്പെടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് ജലം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പ് വലിച്ച സ്ഥലം പോലും ടാർ ചെയ്യാനോ നേരെയാക്കാനോ സാധിക്കാത്തൊരു സാഹചര്യം ഉള്ളതൊക്കെ ആയിട്ട് പറയുന്നു. ഇപ്പോൾ എന്തായാലും റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളൊക്കെ നമ്മുടെ കൂടെയുണ്ട്. അവർ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം പങ്കുവെക്കും. വലിയ മഴയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ പ്രദേശത്തെ പൊതുവായിട്ടുള്ള അവസ്ഥ എങ്ങനെയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ? മഴയത്ത് നമ്മൾ മുന്നേ ഫ്ലഡുകളൊക്കെ കണ്ടതാണ്. ആ ഫ്ലഡുകളൊക്കെ ഉണ്ടായ സമയത്ത് പല വീടുകളിലും ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ, അതായത് ആയിരക്കണക്കിന് ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണിത്. ഈ ഏരിയയിൽ ഗതാഗതങ്ങൾ പോകുന്നുണ്ട്, സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട്, എല്ലാവരും നടക്കുന്ന റോഡാണ് ഇത്. കഴിഞ്ഞ നവംബർ ഡിസംബർ സമയത്ത് വാട്ടർ അതോറിറ്റിക്കാർ കുഴിച്ചിട്ടിട്ട് ഇത് ബ്ലോക്ക് ചെയ്ത് വെച്ചു. ഇപ്പം ULCC ഈ റോഡിൻ്റെ ചക്കോരത്തോളം മുതൽ ഈസ്റ്റിലിൻ്റെ റോഡ് വരെയുള്ള റോഡ് വികസനം എന്ന് പറഞ്ഞ് ഇതിപ്പം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള പല വീട്ടുകാരുടെയും കാറുകൾ കിടക്കുന്നത് കിലോമീറ്റർ അപ്പുറത്താണ് ഇപ്പം കിടക്കുന്നത്. അവർ ഈവൻ കാറുകൾ ഉപയോഗിക്കുന്ന തന്നെ ഇല്ല. കാരണം ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അവർ വീടുകളിലേക്ക് പലക ഇട്ട് കൊടുത്തിട്ട് ആ പലക ത്രൂ ആണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ആംബുലൻസ് വന്നാൽ കൊണ്ടുപോകാൻ പറ്റും. ഇവരുടെ മരണം നടന്നിട്ട് നമ്മൾ ബോഡി ചക്കോരത്തോളം വെച്ചിട്ടാണ് ആംബുലൻസിൻ്റെ അവിടെ നിർത്തിയിട്ടാണ് ബാക്കി ബോഡി ഞങ്ങൾ റോഡ് കൂടെ കൈമാർഗം കൊണ്ടുവരാൻ ചെയ്തത്, ഒരു മരണം നടന്നിട്ട്. അപ്പോൾ അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഇവിടെയുള്ള ആൾക്കാർക്കുണ്ട്. ഇത് ശാസ്ത്രീയമായി പഠിക്കാതെയാണ് ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റ്
പ്രോജക്റ്റ് ഇന്നും ആകെ ഒരു 800 മീറ്റർ മാത്രമാണ് ഡ്രെയിനേജ് പണി തന്നെ മുഴുവനായിട്ട് തീർന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കിടക്കണം. ഇനിയിപ്പോൾ മഴ വരികയാണ്. ഈ മഴ വരുന്ന സമയത്ത് ഈ തോടുകളുടെ ഒഴുക്ക് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ULCCനും അറിയില്ല, കോർപ്പറേഷനും അറിയില്ല എന്നുള്ളൊരു ഘട്ടത്തിലാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം ഞങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് 500 മീറ്റർ ഇങ്ങോട്ടാണ് ഒഴുക്ക്, 300 മീറ്റർ അങ്ങോട്ടാണ് ഒഴുക്ക്, 400 മീറ്റർ അവിടുന്ന് ഇങ്ങോട്ട് വെള്ളം വരെയെങ്കിലും ഓവ് കെട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ പറഞ്ഞ മാതിരി ഒരു U-ടേൺ ബോർഡ് വെച്ച് കൊടുക്കേണ്ടി വരും, വെള്ളം എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. എല്ലാത്തിനും വെള്ളത്തിന് മനസ്സിലാവില്ല അത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ഇവിടെ ഇപ്പോൾ റോഡ് ഒരു എന്താ പറയുക തോട് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. വീട്ടിൽ മുഴുവൻ ഇതിനകത്ത് വെള്ളം കയറുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഫ്ലഡ് എങ്ങനെ ഒഴിവാക്കാം, ഈ വെള്ളം എങ്ങനെ കോരി കൊണ്ടുപോകാം, ബക്കറ്റൊക്കെ വാങ്ങി വെക്കുന്ന സ്ഥിതിയിലാണ് ഉള്ളത്. കാരണം ഞങ്ങൾക്ക് ഉറപ്പായി ഇത് വെള്ളം കയറുന്നുള്ള വീട്ടിലേക്ക്. ഇനിയിപ്പോൾ കയറിയ വെള്ളം എങ്ങോട്ട് പോകുന്നുള്ളൂ. ഇപ്പം പടിഞ്ഞാറ് ഭാഗത്ത് ഓവുകളൊന്നുമില്ല, തോടുകളൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ അവിടേക്ക് വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഈ ഭാഗത്തെ തോടിലേക്ക് എങ്ങനെ എത്തിക്കുന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് നിങ്ങൾ പൈപ്പ് വാങ്ങി തന്നാൽ മതി, ഞങ്ങൾ ഇട്ടോളാം എന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അത് ആ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ വീട്ടുകാരും പൈപ്പ് വാങ്ങി കൊടുക്കേണ്ടി വരും. ആ ഒരു സ്ഥിതി അതിനിപ്പം വേറെ വെട്ടിപ്പൊളിക്കുമോ എന്നുള്ള അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയിലുള്ള അപ്പോൾ വാട്ടർ അതോറിറ്റിയും ULCCSും ഈ ഡെവലപ്മെൻറ്റ് എല്ലാവർക്കും സന്തോഷം തന്നെയാണ്, എല്ലാവരും വരേണ്ടതാണ്, ഡെവലപ്മെൻറ്റ് വരേണ്ടതാണ്. പക്ഷെ അത് ശാസ്ത്രീയമായി പഠിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. പല ആൾക്കാർ നിങ്ങളിപ്പോൾ വന്ന് നോക്കുമ്പോൾ തന്നെ വണ്ടി വന്ന് വളച്ച് പോവുകയാണ്, ഇങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള അറിയില്ല. കാരണം മൈത്ര ഹോസ്പിറ്റലിലേക്ക്, കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക്, അങ്ങനെ പല സ്ഥാപനങ്ങളുള്ളൊരു സ്ഥലമാണ്. ഇവിടേക്ക് വരുന്ന ആൾക്കാരൊക്കെ ദൂരം വഴിക്കുള്ള ആൾക്കാരൊക്കെ വരുന്നതാണ്. അവർക്കൊന്നും ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള അറിയില്ല. അപ്പോൾ അങ്ങനെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഘട്ടമാണ്. ഇനിയിപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ റോഡ് പണി നിർത്തും എന്നാണ് പറഞ്ഞത്. ഇനി ഒരു 4-5 മാസത്തേക്ക് ഇനിയിപ്പോൾ റോഡ് പണി ഉണ്ടാവില്ല. നമ്പർ 1 കേരളം എന്ന് അവകാശപ്പെടുന്നിടത്താണ് ഇത്തരത്തിൽ ദുരിതങ്ങൾ ഒരുപക്ഷെ നഗരമധ്യത്തിൽ ജീവിക്കുന്നവർ വരെ പറയുന്നത്. നമ്മൾ വനവാസികളാണെങ്കിൽ മൃതദേഹം ചുമന്ന് കിലോമീറ്ററുകളോളം നടന്ന് എത്തിക്കേണ്ട ഒരവസ്ഥ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നഗരത്തിൽ പോലും അങ്ങനെയാണ്. ആംബുലൻസൊക്കെ കിലോമീറ്ററുകൾക്കപ്പുറം നിർത്തിയിട്ടിട്ട് മൃതദേഹം ചുമന്ന് സ്വവസതിയിലേക്കൊക്കെ എത്തിക്കേണ്ട, അവർ ജീവിച്ചിരുന്ന സ്ഥലത്തേക്കൊക്കെ എത്തിക്കേണ്ട ഒരവസ്ഥ പങ്കുവയ്ക്കുകയായിരുന്നു. കോഴിക്കോട് നിന്ന് ഗോകുലാണ് ആ ദുരവസ്ഥ പറഞ്ഞുവിടുന്നത്. വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ, അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും ഓട നിർമ്മാണവും ഒക്കെയാണ് ഈ ഒരു ദുരിതത്തിലേക്ക് സംസ്ഥാനത്തെ ജനങ്ങളെ നയിക്കുന്നത്.